റമദാൻ മാസത്തിലെ കറാമയിലുള്ള ഹറാമായ വൈബിനെ പറ്റി RJ വൈശാഖ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടാ. RJ വൈശാഖ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. RJ വൈശാഖ് പറയുന്നുണ്ട് അതിൽ റമദാനിന്റെ 3 ആഴ്ച മുന്നേ നമ്മൾ റേഡിയോയിൽ വരുന്ന കാര്യങ്ങൾ, അത് മ്യൂസിക് ആയിക്കോട്ടെ, വൾഗറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മ്യൂസിക് രൂപത്തിൽ വരുമ്പോൾ നോമ്പ് പിടിച്ചു നിൽക്കുന്ന ഓരോ വിശ്വാസിക്കും അതൊരു മനസ്സിലൊരു ഒരു ഒരു വിഷമമാകണ്ട എന്ന് കരുതിയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വിടലെന്ന് പറയുമ്പോൾ ഒരു മതപഠനവും ഒരു മദ്രസ പഠനവും ഒന്നും തന്നെ ഇല്ലാത്ത RJ വൈശാഖിന്റെ ഇൽമ് ഒന്ന് നോക്കിയേ. ഓന്റെ ഒരു ഇൽമ് നോക്കിയേ. എന്നോട് ചോദിക്കുകയും ചെയ്തു, കറാമയിൽ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടോ, അവിടെ വന്നെങ്കിൽ മാത്രമേ ആ വൈബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുന്ന കാര്യം. എനിക്ക് ഈ സമയത്ത് അവിടെ വന്നിട്ട് ആ വൈബ് അറിഞ്ഞ് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇതൊരു പുണ്യമാസമാണല്ലേ. നമ്മൾ ഈ മാസത്തിന്റെ എല്ലാ പുണ്യവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റേഡിയോ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ റമദാൻ വരുന്നതിന് ഒരു 2-3 ആഴ്ച മുൻപ് ചെയ്യുന്ന ഒരു വലിയൊരു പണിയുണ്ട്. ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് നമ്പേഴ്സ് എല്ലാം ഞങ്ങൾ ഹോൾഡ് ചെയ്യും. ഫാസ്റ്റ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും വൾഗാരിറ്റി ഉള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ, അല്ലെങ്കിൽ മറ്റ് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസങ്ങളിൽ പാട്ട് പോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർ വളരെ കുറവാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളവരുണ്ടെങ്കിൽ പോലും, അതായത് നോമ്പെടുത്ത് വിശ്വാസത്തോട് കൂടി തന്നെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പോലും റേഡിയോയിലൂടെ അവർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ആഘോഷമുള്ള തട്ടുപൊളിപ്പൻ പാട്ടുകൾ കൊടുത്ത് അവരെ ഒരു മോശപ്പെട്ട രീതിയിലൂടെ ചിന്തകൾ കൊണ്ടുപോകേണ്ട എന്നൊരു ചിന്തയോട് കൂടി തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഈ പുണ്യമാസത്തിനോടുള്ള ഞങ്ങളുടെ പൂർണ്ണമായ റെസ്പെക്ട് കൊണ്ട് തന്നെയാണ്. ഇപ്പം ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇതെന്ത് മാസമാണ് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്ന എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ്. അവിടെ നടക്കുന്ന പരിപാടിയുടെ പേര് റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ്. നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് മതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെറിയ പ്രായത്തിൽ നമ്മൾ മദ്രസയിൽ നിന്നും അല്ലാതെ തന്നെ ജീവിതത്തിൽ നമ്മളെല്ലാം തന്നെ പഠിച്ച നമ്മളെപ്പോലുള്ള നമ്മളെ കൗമ് ചെയ്യുന്ന ഹറാമായിട്ടുള്ള കാര്യങ്ങൾ RJ വൈശാഖ് എടുത്ത് കാണിക്കുമ്പോൾ ഉളുപ്പുണ്ട ചങ്ങായി നിനക്ക്. പ്രവാസത്തിലുള്ള ഒരുപാട് വലിയ ബ്ലോഗർമാരും യൂട്യൂബർമാരും ഉണ്ടല്ലോ. അവര് നല്ല എന്താ പറയാ മുളക് വരട്ടെ കോയിൻ്റെതും അതുപോലെ തന്നെ ചെർഡി ഐസിൻ്റെതും വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അവിടേക്ക് ആളെ കൂട്ടാനല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ RJ വൈശാഖ് ചിന്തിച്ചതുപോലെ ചിന്തിക്കാനെങ്കിലും, അതിൽ പ്രവർത്തിക്കൊന്നും വേണ്ട, ചിന്തിക്കാനെങ്കിലുള്ള മൂള, അതിനുള്ള ചോറ് തലയിൽ വെക്കണം നിങ്ങൾ കേട്ടിനാ. 3 ആഴ്ച മുന്നേ റേഡിയോയിൽ വരേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള തയ്യാറെടുപ്പ് വെച്ചിട്ട് നിൽക്കുന്ന RJ വൈശാഖ് നമ്മൾ 2 ആഴ്ച മുന്നേ നമ്മളെ ബറാത്ത് രാവ് കഴിഞ്ഞ് നല്ല ഗോതമ്പ് പായസം അതുപോലത്തുള്ള പായസങ്ങളും കാര്യങ്ങളും നമ്മുടെ വീട് ഒരിക്കലും നമ്മുടെ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഒരുക്കങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ട് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വായിൽ നമ്മൾ ഈ 2 ആഴ്ച മുന്നേ നമ്മൾ ഒരുക്കങ്ങൾ കൂട്ടുമ്പോൾ അതിൽ നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ എത്തിച്ച ഈ മാസത്തിൽ നമ്മൾ എത്തിച്ചതുപോലെ റമദാനിലും നമ്മൾ എത്തിക്കണേ എന്ന് നമ്മൾ ദ്വാ ചെയ്യും. ഓരോ മുസ്ലിമും എന്നെ പോലുള്ളതും മദ്രസ പഠിച്ച ഓരോ മുസ്ലിമും വെറുതെ പേര് വെച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, ദുആ ചെയ്യുന്നുണ്ട്. RJ വൈശാഖിന് അങ്ങനത്തെ ഒരു അറിവും കിട്ടിയിട്ടില്ല. എന്നിട്ട് അയാൾ മനസ്സിലാക്കി. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുമ്പോൾ പ്രവാസത്തിലെ കഷ്ടപ്പെടുന്ന പ്രവാസി ലാഞ്ചി കയറി പോയ അന്നത്തെ ഒരു പ്രവാസിക്കും നിങ്ങൾ ഈ കഷ്ടപ്പാടിനേക്കാളും വലിയ കഷ്ടപ്പാടാണ് അവരെ കഷ്ടപ്പെട്ടത്. പക്ഷെ അവരെക്കാളും വലിയ കഷ്ടപ്പാടാണ് ഇപ്പോഴത്തെ പ്രവാസികൾക്കുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് പെരാന്ത് പിടിക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് എല്ലാം തന്നെ ഈ 6 മൊബൈലിൽ ഇപ്പൊ എല്ലാം തന്നെ കിട്ടും. എന്നിട്ടും നിങ്ങൾക്ക് കഷ്ടപ്പാടാണ് പ്രവാസികൾക്ക്. ആ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് റമദാൻ മാസത്തിൽ ഇതുപോലുള്ള വൈബ് പിടിക്കുന്നത് അല്ലെ. ഈ മാസത്തിനെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് അതിനെ ബഹുമാനിക്കുക. ഈ വൈശാഖ് ബഹുമാനിച്ചതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പ്രവാസത്തിലുള്ള കഷ്ടപ്പാട് കൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് നിങ്ങൾക്ക് ചെറിയൊരു വൈബാക്കാൻ വേണ്ടി തന്നെയാണ്. അത് നിങ്ങൾ എല്ലാം കൂടി അങ്ങ് എന്താ പറയാ ഇതുപോലുള്ള രീതിയിൽ കാട്ടിക്കൂട്ടലാക്കുമ്പോൾ ഒരു ചെറിയൊരു വൈബാക്കാനുണ്ട് നിങ്ങൾക്ക്. അതിലും വേണം, വൈബെല്ലാം വേണം, വേണ്ടാന്നല്ല, എല്ലാം തന്നെ വേണം. നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം. കുറെ താത്താമാർ ബ്ലോഗർമാരിലും കയറി പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പോൾ താത്താമാരെ കെട്ടിയോക്കന്മാർക്കൊന്നും കാക്കാമാർക്കൊന്നും ഒന്നും പറയാൻ കഴിയില്ല. അതായത് ഈ റീൽസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നാട്ടിലിപ്പോഴത്തെ റുപ്പീസ് അല്ല, അവിടെ ദർഹമാന്ന് ഡബിളാന്ന് കിട്ടുമ്പോൾ അപ്പം പിന്നെ കെട്ടിയോള് എന്ത് കാട്ടിക്കൂട്ടൽ കാണിച്ചു കഴിഞ്ഞാലും കണ്ണടക്കുക, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ കിട്ടുന്ന കായ് വലുതാ. അതുകൊണ്ട് കിട്ടുന്ന കായ് വലുതാണെങ്കിലും നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയണം ഈ വൈശാഖിനെ പോലെ. അതുകൊണ്ട് മനസ്സിലാക്കുക, വൈശാഖ് പറഞ്ഞതിൽ സത്യത്തിൽ തന്നെ ഭയങ്കരം തന്നെ ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു മതപഠനവും ഒന്നും തന്നെ ഒരു ഇതിനെപ്പറ്റി അറിവില്ലാത്ത മനുഷ്യൻ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാൾ ആ കാര്യം പറയുമ്പോൾ ഫുൾ സപ്പോർട്ട് കൊടുക്കേണ്ട അടുത്ത് എന്നിട്ട് വൈശാഖ് പറഞ്ഞ വീഡിയോന്റെ താഴെ നമ്മുടെ എന്താ പറയാ പ്രവാസത്തിലുള്ള ബ്ലോഗർമാർ തിജ്ജും കജ്ജും ഒന്നും ഇട്ടോണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനെ പറ്റിയിട്ടെങ്കിലും നിങ്ങളും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ ഇടുക. അല്ലാണ്ട് ഉള്ള സൂപ്പർ മാർക്കറ്റും റോഡായ റോഡൊന്നും ഇങ്ങനെ നിരങ്ങിയിട്ട് തൊള്ള പൊളിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ഇട്ടോണ്ടൊന്നും കാര്യമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നവരെ താഴെ പോയി കമന്റ് കൊടുക്കണം. നല്ല കമന്റ് തന്നെ കൊടുക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൗമായ നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെയെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ നോക്കണം കേട്ടാ. ഓക്കെ, അത് പറയണം തോന്നി. അതായത് വൈശാഖിന്റെ ആ വാക്ക് കേൾക്കുമ്പോൾ അയാളെ ഇലുമ് കാണുമ്പോൾ കാക്കാമാരെ ദുൽമിനെതിരെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വാക്കാണ്. അതിനെ സപ്പോർട്ട് ചെയ്യും.